ഈ വാർഡിൽ നിന്ന് തോറ്റ വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. നമ്മൾ തോറ്റേന്റെ രണ്ടാമത്തെ ദിവസം വസ്തു വാങ്ങിച്ചു കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു. ഈ 3-4 കുടുംബം ഞാൻ തോറ്റപ്പോ എന്റെ വീട്ടിൽ കരഞ്ഞിട്ടില്ല, പക്ഷെ അവര് കരഞ്ഞു. ആ വീട്ടിലെ ഞാന് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ഞാൻ വോട്ട് പോലും ചെയ്തിട്ടില്ല, ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അല്ല, അവരെന്റെ അടുത്ത് പറഞ്ഞു വോട്ട് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസാണ് ഇപ്പൊ വലുത്, അതുകൊണ്ട് നിങ്ങൾ ഒരു വോട്ടിന് വേണ്ടി തോക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കേരളത്തിൽ ഇതുപോലൊരു വീടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. ആ വീട് ഞങ്ങൾ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അവിടെ 1 സെന്റ് സ്ഥലം, സ്വന്തം ചെലവില് അവർക്ക് 1 സെന്റ് സ്ഥലം അവിടെ ഇല്ല. അപ്പോൾ അവർക്കൊരു 4 സെന്റ് സ്ഥലം കൊടുത്ത് അവർക്ക് വീട് വെച്ചു കൊടുക്കാന്നാണ് ഞങ്ങൾ ഏറ്റിരിക്കുന്നത്. നമസ്കാരം. ഇലക്ഷന്റെ ആരവങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്തുള്ള മാങ്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ കഴിഞ്ഞ ഇലക്ഷന് മാങ്കോട് വാർഡിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. പേര് മാങ്കോട് ഷാജഹാൻ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം തോറ്റുപോയി. അദ്ദേഹം ഇവിടെ വോട്ടൊക്കെ ചോദിക്കാൻ വേണ്ടി ഈ വീടുകളിലൊക്കെ വന്നപ്പം ഇവരുടെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നടവഴി പോലും ഇല്ല, അതായത് നടക്കാൻ പോലും വഴിയില്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് സങ്കടം പറഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ തോറ്റാലും ജയിച്ചാലും നിങ്ങൾക്കൊരു വഴി റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. തോറ്റു കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ്? പിറ്റേന്ന് തന്നെ. തോറ്റു കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അത് പുള്ളി തന്നെ വഴി വെട്ടി അത് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു. ഇവർക്കെല്ലാം വളരെ സന്തോഷമായി. പക്ഷേ ഇദ്ദേഹം തോറ്റൊരു വിഷമം ഇവർക്കെല്ലാം ഉണ്ട് അല്ലേ? ഉണ്ട്. ഈ ഒരു നന്മ നിറഞ്ഞ വാർത്തയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എന്താണ് സംഭവം? നമ്മളെ ഈ വാർഡിൽ നിന്ന് തോറ്റ വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ നമ്മൾ വാർഡിൽ നിന്ന് തോറ്റാലും നമ്മളിവിടെ ഈ വാർഡിൽ മത്സരിക്കുന്നത് നമ്മുടെ ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ കുടുംബത്തെ ഒരു 4-5 കുടുംബം എന്ന് വെച്ചാൽ ഇവർ ഒരു പ്രധാനമാണ് ഈ കോളനിയിലെ പ്രധാനം. പണ്ട് വെട്ടിത്തെളിച്ച കാലം മുതൽ ഇവരുടെ അച്ഛന് അപ്പൂപ്പന്മാർ മുതൽ ഇവിടെ ഉള്ളൊരു ഫാമിലിയാണ്. പക്ഷേ അവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വിഷമം ഉണ്ടായ കാര്യം. അവർക്ക് വർഷങ്ങൾ കൊണ്ട് വഴിയില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് ഞാൻ വഴിയല്ല റോഡ് വെട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തം ചെലവിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ 60 സെൻറ്റ് സ്ഥലം ഇവിടെ കൊടുക്കാൻ ഇട്ടേക്കുവാണെന്ന് ഇവർ തന്നെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റോഡ് തരും. അപ്പോഴും തന്നെ നമ്മൾ ആ വസ്തുവിൻ്റെ ഓണറെ പോയി കാണുകയും ആ വിലയ്ക്ക് നമ്മൾ ഇലക്ഷന് മുന്നേ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചുമ്മാതാന്നൊക്കെ പറഞ്ഞ് ഇവരുടെ അടുത്ത് നിരന്തരം മറ്റുള്ള ആൾക്കാർ കയറി. എങ്കിൽ പോലും നമ്മൾ തോറ്റേൻ്റെ രണ്ടാമത്തെ ദിവസം ഈ റോഡ് വെട്ടി കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് അവരോടുള്ള വാക്ക് പാലിക്കുക. വസ്തു വാങ്ങിച്ചു കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു. വീടില്ലാത്തവരുതാണ്ടേ എൻ്റെ ഈ വസ്തു മേടിച്ചതിൻ്റെ തോടെ ചെരിയിൽ കാണിക്കുന്നത് ഈ കേരളത്തിൽ ഇതുപോലൊരു വീടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ആ വീട് ഞങ്ങൾ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അവിടെ 1 സെന്റ് സ്ഥലം, സ്വന്തം ചെലവിൽ അവർക്ക് 1 സെന്റ് സ്ഥലം അവിടെ ഇല്ല. അപ്പോൾ അവർക്കൊരു 4 സെന്റ് സ്ഥലം കൊടുത്ത് അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നാണ് ഞങ്ങൾ ഏറ്റിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് തോറ്റ സ്ഥാനാർത്ഥിയുടെ കൂടെ ആള് എന്താന്ന് പറയുക, എപ്പോഴും പാർട്ടി ഓഫീസിൽ 30 പേര് കുറയാതെ ഈ വാർഡിലുള്ളവരുണ്ട്. അതാണ് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പോഴും ഏതൊരു പാർട്ടിയെ കാട്ടി സങ്കടം ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, 1 രൂപ എനിക്ക് എൻ്റെ കുടുംബത്തിനോ ഈ പാർട്ടിക്കോ വേണ്ടാന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത്. അതൊരു 4-5 കുടുംബത്തിലെ കിടപ്പ് രോഗിയൊക്കെയാണ് ഈ പൈസ ജയിച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ഇവര് നമ്മൾ പറഞ്ഞില്ലയോ, ഓരോ വീട്ടിൽ പോയി ഓരോരുത്തരെ കാലെ പിടിക്കുമ്പോൾ ഇവരുടെ കരഞ്ഞ്, ഞാൻ തോറ്റപ്പോൾ കരഞ്ഞ കുടുംബമാണ് ഇതുങ്ങൾ. ഈ 3-4 കുടുംബം ഞാൻ തോറ്റപ്പോൾ എൻ്റെ വീട്ടിൽ കരഞ്ഞിട്ടില്ല, പക്ഷെ അവർ കരഞ്ഞു. അപ്പം ഞാനാണ് അവരെ സമാധാനിപ്പിച്ചത്. എന്നെ സമാധാനിപ്പിക്കേണ്ടതിന് പകരം അവരെ ഞാനാണ് സമാധാനിപ്പിച്ചത്. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന്. അപ്പം ഈ സാറ് വന്നപ്പം ഞങ്ങളോട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ ആരും സാറേ ഞങ്ങൾക്ക് വഴിയില്ല, ഞങ്ങളുടെ ആ വഴി വൃത്തിയാക്കി തരാൻ പറ്റുമെന്ന് ആദ്യം ചോദിച്ചത്, ഞങ്ങളുടെ ഈ ചെറിയ ഇടവഴി. അപ്പം സാറ് പറഞ്ഞു ഈ സ്ഥലം മേടിച്ചിട്ടായാലും നിങ്ങൾക്കൊരു റോഡ് വെട്ടിത്തരുമെന്ന് പറഞ്ഞു. ആദ്യം സാറ് ഞങ്ങൾക്ക് പാലിച്ചു തന്നു, കോൺക്രീറ്റ് ചെയ്ത് തന്നെന്നുള്ളതാണ്. സാറിനോട് ഞങ്ങൾക്ക് പറയാനും കൊണ്ട് ഞങ്ങൾക്ക് വാക്കുകളില്ല. സാറിനോട് പറയാനും കൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ഞങ്ങൾക്ക് ഒരിക്കലും നടക്കത്തില്ലെന്ന് കരുതിയ ഒരു സ്വപ്നമാണ് ഇപ്പം ഞങ്ങളുടെ മുൻപിൽ ഇതിപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. സാർ തോറ്റു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് ചോദിക്കാൻ പോകാൻ ഒരിക്കലും നമുക്ക് ചോദിക്കാനുണ്ട് ആർക്കും അതില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മനസ്സാലെ ഓർത്തു നമുക്ക് ഇനി അതേക്കുറിച്ച്. പക്ഷെ അതിന്റെ പിറ്റേന്ന് തന്നെ സാറായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇല്ല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ലെന്നുള്ളതാണ്. സാറിന്റെ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമാണേ പറയത്തുള്ളൂ. ഞങ്ങളുടെ ദൈവമാണേ കേട്ടിട്ട്. അതല്ല, ആ കയറിപ്പോകുന്ന ആ വീട്ടിലെ ഞാന് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ഞാൻ വോട്ട് പോലും ചെയ്തിട്ടില്ല, വോട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല.
അല്ല അവരെൻ്റെ അടുത്ത് പറഞ്ഞു വോട്ട് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസാണ് ഇപ്പോൾ വലുത്, അതുകൊണ്ട് നിങ്ങൾ ഒരു വോട്ടിന് വേണ്ടി തോക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർ ഇല്ലില്ല, ഒരിക്കലും അവരുടെ അടുത്ത് വരാൻ പറഞ്ഞില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ ഒരാളുള്ളിടത്ത് രോഗിയെ കളഞ്ഞിട്ട് വരാൻ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഒരു വോട്ടിന് തോക്കുവാണെങ്കിൽ തോക്കട്ടെ, അതൊന്നും വിഷയമല്ലെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്.